നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചാൽക്കോലിത്തിക് ഏജ് ആണ്. ഈ ചാൽക്കോലിത്തിക് ഏജിനെയാണ് കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആണിത്. കോപ്പർ, ചാൽക്കോസ് എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സോ ബിക്കോസ് കോപ്പർ ടൂൾസ് വെയർ യൂസ്ഡ് എലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ആ ഒരു 3 ഏജസ്, അതായത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ഈ ഒരു 3 ഏജസിലും സ്റ്റോൺ ആണ് ടൂൾസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു ചാൽക്കോലിത്തിക് ഏജിലേക്ക് എത്തിയപ്പോൾ സ്റ്റോണിനോടൊപ്പം തന്നെ കോപ്പറും ടൂൾസ് ആയിട്ട് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 3000 BCക്കും 1500 BCക്കും ഇൻ ബിറ്റ്വീൻ ആണ്. ഇതൊരു ടൈം ലൈൻ എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് മെസോലിത്തിക്, നിയോലിത്തിക്, ഫോർത്ത് ചാൽക്കോലിത്തിക്, ദെൻ ബ്രോൺസ് ഏജ്. അതായത് ഈ ഒരു ബ്രോൺസ് ഏജിനും സ്റ്റോൺ ഏജിനും ഇടയിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജ് ആണ്. സോ ആദ്യമായിട്ട് കോപ്പർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏജിലാണ്. സ്റ്റോണിനോടൊപ്പം തന്നെ കോപ്പറും ടൂളായിട്ട് യൂസ് ചെയ്തിരുന്നു. ചാൽക്കോലിത്തിക് ഏജ് മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ ടെക്നോളജി. അതായത് ആ ഒരു സ്റ്റോണിൽ നിന്നും മെറ്റൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജ് മുതലാണ്. ഈ ഒരു ഏജിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം മെറ്റൽ യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ഏജിലാണെന്ന് കാണാം. സോ അതാണ് കോപ്പർ. അതുപോലെ തന്നെ വില്ലേജുകളിൽ അവർ ഫാമിങ് തുടങ്ങിയതും, അതായത് ഫാമിങ് ഓൾറെഡി തുടങ്ങി, പക്ഷേ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജിലായിരുന്നു. അതുപോലെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഇവർ ആ ഒരു ഏജിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ലീവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റിയുടെ ഒരു ബിഗിനിങ്ങും ഈ ഒരു സ്റ്റേജിലായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജിലാണ് നടക്കുന്നത്. പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ടൂൾസ് കോപ്പറും സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഇവർ നിർമ്മിച്ചിരുന്നത്. കോപ്പർ എന്ന് പറയുമ്പോൾ അവർ ആക്സസും നൈഫ്സും ആരോ ഹെഡ്സും ഈ ഒരു കോപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. സ്റ്റോണും ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിരുന്നു. കോപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അലോയിഡും ആയിരുന്നില്ല. അതായത് ബ്രോൺസ് ആ ഒരു ടൈമിലും കണ്ടെത്തിയിട്ടില്ല, ബ്രോൺസ് യൂസ് ചെയ്തിട്ടില്ല. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ അത് കോപ്പറാണ്. നോട്ട് സ്റ്റോൺ, ഇറ്റ് ഈസ് കോപ്പർ. ഇവരുടെ എക്കോണമി അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ നോക്കുമ്പോൾ മെയിനായിട്ടും കൃഷിയും അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിയുമാണ് അവർ മെയിനായിട്ടും നോക്കിയിരുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത്. ഹണ്ടിങ് എന്ന് പറയുന്നത് അതൊരു സപ്ലിമെൻ്ററി ആയിട്ട് മാത്രം ചെയ്തിരുന്ന ഒരു തൊഴിലായിരുന്നു. അതുപോലെ തന്നെ ക്രോപ്സ് അവർ വീറ്റും ബാർലിയും മില്ലറ്റും അതുപോലെ തന്നെ ഗ്രെയിൻസും ഒക്കെയാണ് മെയിനായിട്ടും കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഫുഡ് ഗ്യാദറേഴ്സ് ആയിരുന്നില്ല, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ചാൽക്കോലിത്തിക് പീപ്പിൾ എന്ന് പറയുന്നത്. പോട്ടറി മേക്കിങ്ങും ഉണ്ടായിരുന്നു. അതായത് പെയിൻറ്റഡ് പോട്ടറി ഈസ് എ കീ ഫീച്ചർ. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞ നിയോലിത്തിക് ഏജിൽ പോട്ടറി അവർ അതായത് ഈ ഒരു മൺപാത്ര നിർമ്മാണമൊക്കെ നടത്തിയിരുന്നെങ്കിലും അത് പെയിൻറ്റഡ് ആയിരുന്നില്ല. ഈ ഒരു ഏജിലേക്ക് എത്തിയപ്പോൾ പെയിൻറ്റഡ് ആയിട്ടുള്ള പോട്ടറീസ് നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ റെഡ് പോട്ടറി വിത്ത് ബ്ലേഡ് ഡിസൈൻസ് ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു ഡിസൈൻസിൽ ജോമെട്രിക് പാറ്റേൺസ് ഉണ്ടായിരുന്നു, അനിമൽസ് ഉണ്ടായിരുന്നു, പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെയുള്ള പ്രിൻ്റൊക്കെയാണ് അല്ലെങ്കിൽ ഡിസൈൻസാണ് ഇവർ മേക്ക് ചെയ്തിരുന്ന ആ ഒരു പോട്ടറിയിൽ കൊടുത്തിരുന്നത്. ഇവരുടെ സെറ്റിൽമെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വില്ലേജുകളായിരുന്നു. ഇവരുടെ വീടുകളെന്ന് പറയുന്നത് മഡ് ബ്രിക്സ് ഉപയോഗിച്ച്, മണ്ണ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരുന്നത്. സർക്കുലർ ഷേപ്പായിരുന്നു. അതുപോലെ തന്നെ സർക്കുലാറും റെക്റ്റാങ്കുലർ ഹൗസസ് ആയിരുന്നു ഇവരുടെ വീടുകളെന്ന് പറയുന്നത്.
വീടുകൾ അല്ലെങ്കിൽ സെറ്റിൽസ് നോക്കിയാൽ അവർ ഫോർട്ടിഫിക്കേഷൻ, അതായത് അവരുടെ വീടുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നോണം അവർ എന്താ വോൾ, അതായത് ഭിത്തികൾ അല്ലെങ്കിൽ മതിലുകൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു സെറ്റിൽമെൻറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റ് ഏജസിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ലൈഫായിരുന്നു അവർ ലീഡ് ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. സോ ഇവരുടെ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ റിലീജിയൻ നോക്കുമ്പോൾ ഈ ഒരു ഏജിലാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് അവരുടെ തൊഴിലിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൻ്റെയോ അവർ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് ഒരു ഡിവിഷൻ വരുന്നത് ഈ ഒരു ഏജിലാണ്. അതുകൂടാതെ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷനും ഉണ്ടായിരുന്നു. അവരെന്താണോ തൊഴിൽ ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് അവരുടെ തൊഴിലിനെയും, അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ഹണ്ടിങ് ആണെങ്കിൽ ഹണ്ടിങ്, പോട്ടറി മേക്കിംഗ് ആണെങ്കിൽ പോട്ടറി, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷനും ഉണ്ടായിരുന്നു. ഇവർ വർഷിപ്പ് ചെയ്തിരുന്നത് മദർ ഗോഡസിനെയും നേച്ചർ ഫോഴ്സസിനെയുമാണ്. അതുകൂടാതെ ബറിയൽ പ്രാക്ടീസസ് ഫോളോ ചെയ്തിരുന്നു എന്നുള്ള ഒരു എവിഡൻസും ലഭ്യമായിരുന്നു. PSCയുടെ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ സോഷ്യൽ ഇൻഇക്വാളിറ്റി ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജിലാണെന്ന് കാണാം. കാരണം ഇതാണ്, ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അപ്പോൾ ആ ഒരു ഡിവിഷനൊക്കെ വരുന്നത് തന്നെ ഈ ഒരു ഏജിൻ്റെ ബിഗിനിങ്ങിലാണ്, ചാൽക്കോലിത്തിക് ഏജിൻ്റെ ബിഗിനിങ്ങിലാണ്. സോ അതുകൊണ്ടാണ് സോഷ്യൽ ഇൻഇക്വാളിറ്റിയും നിലനിന്നിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ കൾച്ചർ എന്താണെന്ന് നോക്കുമ്പോൾ അഹർ ബനാസ് എന്ന് പറയും. അപ്പോൾ അത് ആ ഒരു കൾച്ചർ നിലനിന്നിരുന്നത് രാജസ്ഥാനിലാണ്. മാൽവ എന്നുള്ള ഒരു കൾച്ചറുണ്ട് മധ്യപ്രദേശിൽ. ജോർവേ എന്ന് പറയുന്ന കൾച്ചർ മഹാരാഷ്ട്രയിലും, കായാത എന്ന് പറയുന്ന ഒരു കൾച്ചറുണ്ട്, അത് മധ്യപ്രദേശിലായിരുന്നു. സവാൽദ എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ മഹാരാഷ്ട്രയിലുമായിരുന്നു. സോ ഇതാണ് കൾച്ചറും അതുണ്ടായിരുന്ന റീജിയണും, അതായത് ആ ഒരു ചാൽക്കോലിത്തിക് ഏജിൽ അവർ ഫോളോ ചെയ്തിരുന്ന കൾച്ചർ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇങ്ങനെയുള്ള കൾച്ചറുകൾ എല്ലാം എമർജ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറുകൾ, അതുപോലെ തന്നെ അത് നിലനിന്നിരുന്ന റീജിയൺസും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കേണ്ടതാണ്. അഹർ ബനാസ് രാജസ്ഥാൻ, മാൽവ മധ്യപ്രദേശ്, ജോർവേ മഹാരാഷ്ട്ര, കയാൽത്ത മധ്യപ്രദേശ്, സവാൽദ മഹാരാഷ്ട്ര.